മാതാ അമൃതാനന്ദമയി മഠം കണ്ണൂർ ബ്രഹ്മസ്ഥാന വാർഷികോത്സവത്തിന് ഭക്തിനിർഭരമായി തുടക്കം. ആശ്രമത്തിലെ മുതിർന്ന സന്യാസി ശ്രേഷ്ഠർ ഉൾപ്പെടെയുള്ളവർ വാർഷികോത്സവത്തിന്റെ ഭാഗമായുള്ള പ്രത്യേക പൂജകൾക്കും പ്രാർത്ഥനകൾക്കും നേതൃത്വം നൽകി. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് ഭക്തരാണ് ആശ്രമ സന്നിധിയിലേക്ക് എത്തിയത്. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ തൃക്കരങ്ങളാൽ പ്രതിഷ്ഠിക്കപ്പെട്ട കണ്ണൂർ ബ്രഹ്മസ്ഥാന ക്ഷേത്രത്തിന്റെ 14ാം പ്രതിഷ്ഠ വാർഷിക ആഘോഷങ്ങൾക്ക് ഭക്തിനിർഭരമായി തുടക്കം. പുലർച്ചെ 5 മണിയോടെ ബ്രഹ്മചാരി വേദവേദ്യാമൃത ചൈതന്യയുടെ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമവും നവഗ്രഹ ഹോമവും നടന്നു. തുടർന്ന് ബ്രഹ്മചാരി സുമേധാമൃതി ചൈതന്യ, ബ്രഹ്മചാരിണി മിനി എന്നിവരുടെ കാർമ്മികത്വത്തിൽ രാഹുദോഷ നിവാരണ പൂജ, മഹാമൃത്യുഞ്ജയ ഹോമം എന്നീ ഹോമങ്ങളും ബ്രഹ്മചാരിണി സമരാധ്യാമൃത ചൈതന്യയുടെ പ്രഭാഷണം, ധ്യാന പരിശീലനം എന്നിവയും ഉണ്ടായിരുന്നു. മാതാ അമൃതാനന്ദമയി മഠം കണ്ണൂർ മഠാധിപതി സ്വാമി അമൃതകൃപാനന്ദപുരിയുടെ നേതൃത്വത്തിൽ നടന്ന സത്സംഗം വാർഷികോത്സവത്തിന് കൂടുതൽ മികവേകി. സ്വാമി അമൃതകൃപാനന്ദപുരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ആരതി, അമൃതപ്രസാദം, ഭഗവത്ഗീതാ പാരായണം, വൈദിക സൂക്ത പാരായണം എന്നിവയും നടന്നു. വൈകുന്നേരം ബ്രഹ്മചാരി സുമേധാമൃത ചൈതന്യയുടെ കാർമ്മികത്വത്തിൽ ശനിദോഷ നിവാരണ പൂജ നടത്തി. 2 ദിവസങ്ങളിലായാണ് വാർഷികാഘോഷങ്ങൾ നടക്കുന്നത്. വാർഷികോത്സവ സമാപനത്തോടനുബന്ധിച്ച് രാവിലെ 10 മണിക്ക് സ്വാമി ജ്ഞാനാമൃതാനന്ദപുരിയുടെ പ്രഭാഷണവും ഭക്തിഗാനസുധയും ഉണ്ടാകും. നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും ഉച്ചയ്ക്ക് 2:30 മുതൽ വിവിധ കലാപരിപാടികളും അരങ്ങേറും. അമൃത ന്യൂസ്, കണ്ണൂർ.